ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചേച്ചി നാണിക്കൊന്നും വേണ്ട, ഞാൻ ഇന്ന് ഒരു ചേച്ചിയെ പരിചയപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാം, ചേച്ചിക്ക് എത്ര വയസ്സായി? എത്രയായി വയസ്സ്? 68 വയസ്സെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷേ 68 വയസ്സിലൊക്കെ കൂടുതലുണ്ട്. ഇത് ഞാൻ ചേച്ചിയെ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ തലമുറ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അസുഖമാ, എനിക്ക് ശരീരത്തിന് ക്ഷീണമാ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ തലമുറ വീട്ടിലിരിക്കുമ്പോൾ, ചെറുപ്പക്കാർ വീട്ടിലിരിക്കുമ്പോൾ, ഈ 68 വയസ്സിലും ഈ ചേച്ചി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. നിങ്ങളൊന്ന് കണ്ടേ അല്ലേ? ഈ സ്ഥാപനത്തിൽ സവാള പൊളിക്കുന്ന ഒരു ജോലിയായി ചേച്ചി ചെയ്യുന്നത്. ഈ 68ാമത്തെ വയസ്സിലും രാവിലെ 7:30 ആകുമ്പോൾ ഈ സ്ഥാപനത്തിൽ വന്ന് വൈകുന്നേരം വരെ ഇരുന്ന് ജോലി ചെയ്ത് വൈകിട്ട് വീട്ടിൽ പോകും. നോക്കണേ, ഇന്നത്തെ തലമുറ മുഴുവൻ എനിക്ക് ശരീരം അസ്വസ്ഥതയാണ് എന്നും പറഞ്ഞ് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ ഈ ചേച്ചി ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യും. ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് പഴയ തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള അന്തരം, ഇന്നത്തെ തലമുറയിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല, വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് മുന്നാകെ ഈ ചേച്ചി ഇവിടെ ജോലി ചെയ്യുക. ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോൾ? ഇപ്പോൾ ഒറ്റയ്ക്കാണ് ചേച്ചി താമസിക്കുന്നത്. സ്വന്തമായി വീടുണ്ടല്ലോ ചേച്ചിക്ക്? സ്വന്തമായിട്ടൊക്കെ വീടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ആ മനോധൈര്യം കൈവിടാതെ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്ഷീണവും കാണിക്കാതെ ഈ ചേച്ചി ഇവിടെ ജോലി ചെയ്യുക. ഇത് ഇന്നത്തെ തലമുറയ്ക്കൊരു പാഠമാണ്. ഞാൻ പല പ്രാവശ്യം ഈ ചേച്ചിയോട് ചോദിച്ചു, എന്തായി ചേച്ചി ഇപ്പോഴും ഈ പ്രായമായപ്പോഴും ജോലി ചെയ്യാനുള്ള പ്രചോദനം? അല്ല, എന്തുകൊണ്ടായിരുന്നു ജോലി ചെയ്തത്? കേട്ടോ ചേച്ചി പറഞ്ഞു കേട്ടോ, ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനാണ് ചേച്ചിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത്. ഇത് ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഒരു പാഠമാണ്. ഇത്രയും വയസ്സായിട്ട് ഇത്രയും ദൂരം ബസ് താണ്ടി ഇവിടെ വന്ന് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉണ്ടാക്കി ഈ സവാളയൊക്കെ പൊളിച്ച് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് നീക്കി വെച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കി, ബന്ധുക്കളൊക്കെ ഉണ്ട് എങ്കിലും ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ടൊരു ഭവനമൊക്കെ ഉണ്ടാക്കി ഈ ചേച്ചി ജീവിക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു പാഠം തന്നെയാണ്. ഇന്നത്തെ തലമുറ ഈ ചേച്ചിയെ കണ്ടു പഠിക്കണം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള പൈസ ഉണ്ടാക്കി ഒരു ഭവനം ഉണ്ടാക്കി സ്വന്തമായിട്ട് പൂർണ്ണ ആരോഗ്യമാണ് ചേച്ചിക്കുള്ളത് ജീവിക്കുക. ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറകൾക്കും ഈ ചേച്ചിയുടെ ജീവിതം ഒരു പാഠമാണ്. ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടും, പക്ഷേ എങ്കിൽ തന്നെയും നമ്മളൊന്ന് ആലോചിച്ച് കണ്ടോ, ഈ ചേച്ചിയുടെ ആ നിഷ്കളങ്കമായ ചിരി കണ്ടോ, ഇത് വരും തലമുറയ്ക്ക് ഒരു പാഠം തന്നെയാണ് എന്ന് ഈ ചാനലിലൂടെ ഈ ചേച്ചി നമ്മൾ പരിചയപ്പെടുത്തിയ. ആലപ്പുഴയിൽ ഏത് സ്ഥലമാണ് താമസിക്കുന്ന? സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ചേച്ചി? വലിയ കരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചേച്ചി താമസിക്കുന്നത്. അവിടെ നിന്നും വന്ന് രാവിലെ എഴുന്നേറ്റ് പള്ളി, ഇപ്പോൾ എത്ര മണിക്ക് പള്ളിയിൽ പോകും? 5:45 രാവിലെ 5:30 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 5:45 പള്ളിയിൽ പോയി കേട്ടോ 4:30 എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വീണ്ടും വൈകിട്ട് വീട്ടിൽ പോയി അങ്ങനെ താമസിക്കുന്ന ചേച്ചിയെ ഇന്ന് ലോകത്തിന് ഞാൻ പരിചയപ്പെടുത്തിയ. ഈ ചാനലിലൂടെ കാണുന്നവരൊക്കെ ഇത് ഒരു പാഠമായിട്ട് മാറണം. ഈ ചാനലിലൂടെ കാണുന്ന യുവതലമുറയും ഒക്കെ ഈ ചേച്ചിയുടെ ജീവിതം ഒരു പാഠമാക്കണം. നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല, പക്ഷേ അത് ചെയ്യാനൊരു മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടെങ്കിൽ ഈ ജീവിതത്തെ തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ വീഡിയോ ചാനൽ കാണുന്നവരൊക്കെ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് ഗുഡ് ബൈ.